പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരി അറസ്റ്റിൽ. ക്ഷേത്രത്തിലെ പൂജാരിയായ അരുണാണ് പീഡന പരാതിയിൽ അറസ്റ്റിലായിരിക്കുന്നത്. കർണാടക സ്വദേശിയായ സ്ത്രീയുടെ പരാതിയിലാണ് അറസ്റ്റ്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച പരാതി? അശ്വതി, കർണാടക ബെല്ലന്തൂർ പോലീസാണ് കേരളത്തിൽ തൃശൂരിലെത്തി ഈ പെരിങ്ങോട്ട് ക്ഷേത്രത്തിലെത്തി അരുണെ അറസ്റ്റ് ചെയ്ത് തിരിച്ച് കർണാടകയിലേക്ക് കൊണ്ടുപോയതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് ഈ മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം, കർണാടക സ്വദേശിയായിട്ടുള്ള യുവതി, അവർക്ക് ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വളരെ ചാത്തൻ സേവ അടക്കമുള്ള ചില പൂജകളാണ് പ്രധാനമായും നടക്കുന്നത്. യുവതി ഈ കുടുംബ പ്രശ്നം തീരുന്നതിന് വേണ്ടി ഈ അമ്പലത്തിലെത്തുകയും അവിടെ വെച്ചാണ് ഇപ്പോൾ അറസ്റ്റിലായ അരുൺ എന്ന പൂജാരിയെ പരിചയപ്പെടുകയും ചെയ്തത്. ഇയാൾ 24,000 രൂപയാണ് ഈ യുവതിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ നടത്തുന്നതിനായി ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് യുവതിയുടെ നമ്പറും ഇയാൾ വാങ്ങുകയും ചെയ്തത്. പിന്നീട് യുവതി തിരിച്ചു പോയ സമയത്ത് ഇയാൾ വാട്സപ്പ് വീഡിയോ കോളിൽ വിളിച്ച് നഗ്നനായി നിന്നുകൊണ്ട് സംസാരിക്കാനൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. ഇയാളും നഗ്നനായി നിന്നിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഇവരോട് സംസാരിച്ചു, ഇവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് പോയി. ഇവർ അതിലേക്ക് വഴങ്ങാതിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രകൃതി വിരുദ്ധ പീഡനത്തിനൊക്കെ ഇവരെ നിർബന്ധിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് മനസ്സിലാകുന്നത്. അങ്ങനെ യുവതിയോട് നഗ്നയായി നിന്നുകൊണ്ട് വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. യുവതി അത് നിഷേധിച്ചപ്പോൾ ഈ പൂജാരിയായിട്ടുള്ള അരുൺ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ കുടുംബത്തെ തകർക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് കുട്ടികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പൂജകൾ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ നഗ്നയാവാൻ വേണ്ടി യുവതി അങ്ങനെ നിർബന്ധിതയാകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് കേരളത്തിലേക്ക് വരികയും ഇവിടെ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് യുവതിയോട് പറയുകയും ചെയ്തത്. ഈ ഭീഷണിക്ക് വഴങ്ങിയാണ് യുവതി കേരളത്തിലെത്തിയത്. ആ സമയത്താണ് വാഹനത്തിൽ വെച്ച്, കാറിൽ വെച്ച് ഉണ്ണി എന്ന മുഖ്യപ്രതിയായിട്ടുള്ള മറ്റൊരു പൂജാരിയായിട്ടുള്ള ഉണ്ണി ദാമോദരനും ഈ അരുൺ എന്ന 2 പൂജാരിമാരും ചേർന്ന് യുവതിയെ ബലാത്സംഗം ചെയ്തത്. തുടർന്നാണ് കർണാടക പോലീസിന് യുവതി ഇതിന്റെ വീഡിയോ കോള്, ഒപ്പം ഭീഷണി സന്ദേശം അടക്കമുള്ളവ, ഈ വാട്സപ്പ് ചാറ്റ് അടക്കമുള്ളവ നൽകിക്കൊണ്ട് പോലീസിനെ സമീപിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിനെ തുടർന്നാണ് കേസെടുത്ത് പിന്നീട് ഈ അരുൺ എന്ന പൂജാരിയെ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിലെത്തി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം. ഉണ്ണി ദാമോദരൻ എന്ന മുഖ്യപ്രതിയായിട്ടുള്ള പൂജാരി ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുണ്ട്. പക്ഷേ അശ്വതി, ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാം, സിനിമാ മേഖലയിലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഉൾപ്പെടെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ്. വലിയ പരസ്യമാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒക്കെ നൽകുന്നത്. മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ വലിയ പരസ്യങ്ങളാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ചടങ്ങുകൾക്കും ഉത്സവത്തിനും ഒക്കെ നൽകുന്നത്. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക പീഡന പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അരുണിനെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അരുണുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. വെല്ലന്തൂർ പോലീസ് പറയുന്നത് അരുണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും എന്താണ് ഇനി കൂടുതൽ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്കിതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ മുഖ്യപ്രതിയായിട്ടുള്ള മറ്റൊരു പൂജാരി ഉണ്ണി ദാമോദരൻ, അതാണ് നവമി, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വാർത്ത ചെയ്യുമ്പോൾ നമ്മൾ 2 വശവും ചിന്തിച്ചിരുന്നു. നമ്മൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനവുമായി അവരുടെ ഭാരവാഹികളുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് അവർ പ്രതികരിച്ചത്. അതേസമയം പോലീസ് ഈ കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തു എന്ന സ്ഥിരീകരണം വരുത്തിയിട്ടുണ്ട്. ഇനി അറസ്റ്റിലാകാനുള്ളത്, പിടിയിലാകാനുള്ളത് മുഖ്യ പൂജാരി ഉണ്ണിയാണ്. ഈ എത്ര നാളായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നതടക്കമുള്ള വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ഈ അന്വേഷണ പരിധിയിലേക്ക് വരില്ലേ നവമി? തീർച്ചയായും അശ്വതി, ഈ ഒരു ബംഗളൂരുവിലുള്ള ഒരു യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. പക്ഷെ അതിലിപ്പോഴും ബാക്കിയാകുന്നത് മറ്റ് പരാതിക്കാരുണ്ടോ,
അല്ലെങ്കിൽ ഈ യുവതിയെ കൂടാതെ മറ്റാർക്കെങ്കിലും സമാനമായിട്ടുള്ള അനുഭവം നേരിട്ടിട്ടുണ്ടോ? കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തോ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ ഈ പൂജാരിയെ ബന്ധപ്പെടുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു അനുഭവം മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് എന്തായാലും അതിന്റെ അന്വേഷണം ഒരു വശത്തുകൂടി പുരോഗമിക്കുമ്പോൾ തന്നെയാണ് ഉണ്ണി ദാമോദരന് വേണ്ടിയിട്ടുള്ള തെരച്ചിലും ഊർജിതമാക്കിയിരിക്കുന്നത്. പക്ഷേ കേരള പോലീസ് തൃശ്ശൂരിലുള്ള പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ഇക്കാര്യം അവരറിഞ്ഞിട്ടില്ല എന്നാണ് തരുന്ന മറുപടി. പക്ഷെ ഇത് പറയാത്തതാണോ അതോ ഇത് അറിയാതെയാണോ കർണാടക പോലീസ് ഈ കേരള പോലീസിനെ അറിയിക്കാതെയാണോ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്ന സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കേരള പോലീസിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ക്ഷേത്രം ഇത്രയും പ്രശസ്തമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ നടന്ന ഇത്രയും വലിയൊരു ലൈംഗിക ആരോപണ പരാതിയിൽ ഇത്രയും ശ്രദ്ധ നേടാനുള്ള ഒരു കാരണവും അതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം ഇതിനു മുൻപും ഈ ഇത്തരത്തിൽ വ്യാജ പൂജാരിമാരോ അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളോ ഒക്കെ വ്യാജരായിട്ട് വന്ന് ഇത്തരത്തിലുള്ള സമാനമായ രീതിയിൽ സ്ത്രീകളെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ പണം തട്ടിയെടുക്കാൻ ശ്രമമൊക്കെ മുമ്പ് നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഈ ക്ഷേത്രം ഇത്രയും പ്രശസ്തരായിട്ടുള്ള സിനിമാ മേഖലയിലുള്ളവർ അല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിലുള്ളവരൊക്കെ അവിടെ വന്ന് ആ ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയും അവിടെ പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നതും മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു പരസ്യമാണ് ഈ ക്ഷേത്രം നൽകുന്നതും. ഇതൊക്കെ കൊണ്ടാണ് ഈ കേസ് ഇത്ര വലിയ പ്രാധാന്യത്തോടെ വരുന്നത്. അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്ത നമ്മൾ ആദ്യം ലഭിക്കുമ്പോൾ കൂടിയും അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ക്ഷേത്ര ഭാരവാഹികളെ ബന്ധപ്പെടേണ്ടതുണ്ട്. ഇത് സത്യമാണോ എന്ന് അറിയേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പോലീസ് അറസ്റ്റ് നടത്തിയിട്ടുണ്ടോ, കർണാടക പോലീസ് കേരളത്തിൽ എത്തിയിട്ടുണ്ടോ, ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ടോ, ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയിൽ കർണാടക പോലീസിൽ നിന്ന് നമ്മളിത് കൃത്യമായി തന്നെ FIR അടക്കം ലഭ്യമായിട്ടുണ്ട്. അവരിത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും കർണാടക പോലീസിൽ നിന്നും കൃത്യമായി തന്നെ തെളിവുകളടക്കം നമുക്ക് ലഭിക്കുന്നു. ഈ യുവതിയോട് മോശമായി പെരുമാറിയ ചാറ്റുകളും വാട്സപ്പ് സന്ദേശങ്ങൾ, ഓഡിയോ കോളുകൾ ഇതെല്ലാം തന്നെ യുവതി പോലീസിനെ നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ഭാരവാഹികൾ ഇപ്പോഴും ഈ വാർത്ത നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. നിഷേധിക്കാതെ വേറെ വഴിയില്ല, അതുകൊണ്ട് തന്നെ അവരത് നിഷേധിക്കും, നമുക്കറിയാം. പക്ഷേ ഇത്തരത്തിൽ FIR അടക്കം നമ്മുടെ കൈവശമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വാർത്തയുടെ വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനം. ഇപ്പോൾ ഈ നേരത്തെ നവമി പറഞ്ഞതുപോലെ വീഡിയോ കോൾ അടക്കം ചെയ്ത് നഗ്നപൂജയൊക്കെ നടത്തിയിട്ടുള്ള ആളുകളാണിത്. ഇവർ ഒരാൾ പിടിയിലാകാനുണ്ട്, ഒരാൾ ഇപ്പോൾ ഒളിവിലാണ്. എന്തായാലും FIRലെ വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ നവമി? അശ്വതി, പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേരളത്തിലെ തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന പെരിങ്ങോട്ടുകര ക്ഷേത്രത്തെക്കുറിച്ച് യുവതി അറിയുന്ന സാഹചര്യമുണ്ടായി. ഒരുപാട് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതും അവിടെ ചില പൂജകൾ ചെയ്യണമെന്ന കാര്യം ഈ യുവതി അറിയുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തുകയും ഈ ക്ഷേത്രത്തിലെത്തി അവിടെ വെച്ച് ഈ അരുൺ എന്ന പൂജാരിയെ കാണുന്ന സാഹചര്യമുണ്ടായി. ഈ കുടുംബ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ ചെയ്യണമെങ്കിൽ 24,000 രൂപ നൽകണമെന്ന് യുവതിയോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം യുവതി തിരിച്ച് നാട്ടിലേക്ക് പോയി. രാത്രി സമയങ്ങളിൽ ഇയാൾ വാട്സപ്പിലൂടെ വീഡിയോ കോൾ വിളിക്കുകയും എന്നാലും ഈ പരാതിയെ തുടർന്ന് ഈ വാട്സപ്പ് കോളിൽ രാത്രി ലേറ്റ് നൈറ്റ് എന്നാണ് പറയുന്നത് പോലീസ്, രാത്രി അർദ്ധരാത്രിയും വാട്സപ്പ് കോളിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ അരുൺ എന്ന് പറയുന്ന പൂജാരി അയാൾ ഈ യുവതിയോട് നഗ്നയായി നിന്ന് വീഡിയോ കോളിൽ വരണമെന്ന് പറയുന്നുണ്ട്. ഇത് സമ്മതിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ നഗ്നയായി വരില്ല എന്ന് പറയുമ്പോഴാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഭീഷണിയിൽ പറയുന്നത് 2 കുട്ടികളെയും യുവതിയുടെ 2 കുട്ടികളെയും കൊല്ലും, അല്ലെങ്കിൽ ആ കുട്ടികൾ മരിക്കുന്നതിന് വേണ്ടി, കുട്ടികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജകൾ ചെയ്യുമെന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തി. അത് വഴങ്ങിക്കൊണ്ടാണ്, ഇത് കേട്ട് ഭയപ്പെട്ടാണ് യുവതി നഗ്നയായി നിന്ന് ഈ യുവതി വീഡിയോ കോളിൽ വരികയും ചെയ്തത്. ഈ വീഡിയോ കോള് ഇയാൾ റെക്കോർഡ് ചെയ്തു. പിന്നീട് ഈ